മിസ്റ്റർ റോമിയോ നല്ല റൊമാൻറ്റിക് വൈബിലൊക്കെ ആണല്ലോ എന്ന്. അത് പിന്നെ നമ്മുടെ ഈ കമ്പനിയിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള റിസപ്ഷനിസ്റ്റ് ഉള്ളപ്പോൾ സ്വല്പം റൊമാൻറ്റിക് ഒക്കെ നല്ലതാ. രാവിലെ തന്നെ നല്ലോണിട്ട് പതപ്പിക്കുകയാണല്ലോ ലക്ഷ്മി സാറേ. എന്താണെങ്കിലും അത് വേണ്ട, ഞാൻ കുളിച്ചിട്ടാ വന്നത്. കളഞ്ഞ്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഒറ്റൊരെണ്ണത്തിന് റൊമാൻസിൻ്റെ ABCD പോലും അറിയില്ല. എല്ലാം അൺറൊമാൻറ്റിക് മൂരാച്ചീസ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ ബോസ് തന്നെ അങ്ങനെയല്ലേ, അപ്പം പിന്നെ സ്റ്റാഫ് അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ലക്ഷ്മി സാറ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തിരുന്നു. കമ്പനി ഗ്രൂപ്പിൽ കയറാറില്ലല്ലോ, അതാ ചോദിച്ച്. അവിടെ കയറിയിട്ടും വലിയ പ്രയോജനമില്ല കുട്ടി. അല്ല കാര്യം എന്താ? അത് വലിയ കാര്യമൊന്നുമില്ല, ഒരു ചെറിയ കാര്യം. മാം ബിസിനസ് ട്രിപ്പ് പോയിക്കായിരുന്നല്ലോ, അപ്പോൾ ഇപ്പോൾ അത് അവസാനിപ്പിച്ച് ഇന്നോട്ട് മാം കമ്പനിയിലേക്ക് വരും. വാട്ട് യു മീൻ ഝാൻസി റാണി ഇന്ന് തൊട്ട് വരും? എൻ്റെ പ്രൊജക്റ്റ് ദൈവമേ. എന്ത് പറ്റി സർ? ഈസ് ദർ എനി പ്രോബ്ലം? ഹേയ് നത്തിങ് ഡോ. അല്ല നമ്മുടെ മാഡത്തിൻ്റെ PA വന്നിട്ടുണ്ടോ? അരുഷ് സാർ വന്നിട്ടുണ്ട്, ക്യാബിനിലുണ്ട്. ഓക്കെ ഡോ, പിന്നെ കാണാം, ബൈ. ലക്ഷ്മി റിച്ചു, നിനക്കറിയായിരുന്നോ ഝാൻസി റാണി ഇന്ന് വരുന്നുള്ള കാര്യം? അപ്പോൾ അതാണ് കാര്യം. ആക്ച്വലി ഞാനും നല്ല ഷോക്കിലാണ്. എനിക്കറിയില്ലായിരുന്നു ഇന്ന് വരുന്നുള്ളത്. ബലേബീഷ്, അപ്പോൾ ഒരു കൂട്ടുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവനൊന്ന് കാണട്ടെ. ഝാൻസി റാണിയുടെ പിയാന് അവനിട്ട് 2 കൊടുക്കണം. അവനെ എന്താണെങ്കിലും അറിയാണ്ടിരിക്കില്ലല്ലോ, അവനും പോയതല്ലേ ട്രിപ്പ്. എന്നിട്ടത് അവസാനിക്കുന്ന കാര്യം ഇന്നലെ പോലും അവനോട് പറഞ്ഞില്ല. അവനോടത് കൊടുത്തിട്ട് ബാക്കി. ചെല്ല്. ഇപ്പം അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അവൻ വന്നത് തൊട്ട് എന്തോ പോയി അണ്ണാൻ്റെ പോലെ ഇരിക്കുക. എൻ്റെ ആഞ്ജനേയ സ്വാമി, ഇനി അവൾ എൻ്റെ കൊച്ചിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ചോ എന്തോ. എന്താണെങ്കിലും ഒന്ന് പോയി അറിഞ്ഞിട്ട് വരാം, പിന്നെ അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടു. മേ ഐ കം ഇൻ സർ? യെസ് ഓഫ് കോഴ്സ്, യു മേ ലക്ഷ്മി. പട്ടി, നിന്നെ ഞാൻ കൊല്ലും. എടോ നിനക്കൊരു വാക്ക് നിനക്ക് എന്നോട്. എന്ത് വാക്ക്? എനിക്ക് മനസ്സിലായില്ല. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയും. വേറെന്ത്? അതോ റോതി മതാമി, നീ ഇവിടെ ലാൻഡായ കാര്യം ഇന്നോട്ട് ഓഫീസിലേക്ക് വരുന്നു. നിനക്ക് നേരത്തെ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ? നീ ഉണ്ടായിരുന്നതല്ലേ ആ സാധനത്തിൻ്റെ കൂടെ? അത് എല്ലാം പെട്ടെന്നായിരുന്നടാ, വിളിച്ച് പറയാനുള്ള ടൈം കൂടെ കിട്ടിയില്ല. പിന്നെ ഞാനും വിചാരിച്ചു നിൻ്റെ ക്രഷിനെ നീ സർപ്രൈസായിട്ട് കാണട്ടേന്ന്. അല്ല, ആരാ എൻ്റെ സർപ്രൈസ് പൊളിച്ചേ? ഓളെ പട്ടി, അവൻ്റെ ഓലക്കയിലെ സർപ്രൈസ്. ആ ഭൂതൻ എനിക്ക് തന്ന പ്രൊജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ആ സാധനം വന്നു കഴിഞ്ഞാൽ ഇന്ന് കൊലപാതകം നടക്കും എൻ്റെ. നീ അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല? എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് നീ കറക്റ്റ് ടൈമിന് ഓഫീസിൽ വരാറുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോവാറ്, എന്നിട്ടും നിനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നെ അത് ഒരു 2-3 മന്ത് എടുത്ത് ചെയ്യേണ്ട പ്രൊജക്റ്റാണ്. അത് ഒരു 1 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നടക്കും. എന്തോ എങ്ങനെ കേട്ടില്ലായിരുന്നു. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, നീ അതിനോട് വർക്ക് ചെയ്യാൻ വരുന്നതല്ലോ. കണ്ട പെണ്ണുങ്ങളെയും ആണുങ്ങളെയും വയസ്സായവരെയും വയസ്സാവാത്തവരെയും പട്ടീനെയും പൂച്ചേനെയൊക്കെ വായനൊക്കെ നടക്കാൻ വരുന്നതല്ലേ. അപ്പോൾ പിന്നെ വർക്കുള്ള ടൈം കിട്ടില്ല. പോടാ ശവത്തി കുത്താതെ. അല്ല അത് പോട്ടെ, റിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വന്നപ്പോൾ തൊട്ട് എന്തോ പോയി അണ്ണാൻ്റെ പോലെ ഇരിക്കുകയാണെന്നാണല്ലോ. എനിക്കും തോന്നി ചെറുതായിട്ട് എവിടെ കൊണ്ടൊക്കെയോ അങ്ങനെ. അല്ല നിങ്ങൾ രണ്ടാളും എന്താ പെട്ടെന്ന് ബിസിനസ് ട്രിപ്പ് അവസാനിപ്പിച്ച് പോകുന്നത്? ഫസ്റ്റ്ലി എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകാൻ പാകത്തിന്. സോ എന്തോ പോയി അണ്ണാൻ്റെ പോലെ ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ പോരാനുള്ള റീസൺ എൻ്റെ ഹെൽത്ത് പെട്ടെന്ന് അങ്ങ് പോയി. ഞാൻ പറഞ്ഞതാ മാമിൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്തോളാം, പക്ഷേ മാം വേണ്ട പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോന്നു, അത്ര തന്നെ. എന്താടാ എന്താ നിനക്ക്? നീ 1 മാസം തികച്ച് നിന്നില്ല ഹിറ്റ്ലറുടെ കൂടെ, അപ്പോഴേക്കും നീ ഒരു കുട്ടി ഹിറ്റ്ലറായി മാറിയ? ഒരു മാതിരി സംസാരം. ഒന്നുമില്ല, എല്ലാം നിൻ്റെ വെറും തോന്നലുകളാണ്. നീ ഇപ്പം ചെന്ന് നിൻ്റെ വർക്ക് ചെയ്യാൻ നോക്കില്ലെങ്കിൽ നിനക്ക് വരുമ്പോൾ നല്ലത് കേൾക്കാം. നീ ടോപ്പിക്ക് ചേഞ്ച് ആക്കിക്കോ.
ഞാൻ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് ഗൈസ്, നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും പിന്നീട് കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിങ്ങൾ വരൂ, റബേക്ക മാം എത്തിയിട്ടുണ്ട്. വാവ്, അപ്പോൾ എൻ്റെ ശവടക്കിനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളി. അവളുടെ ആ വരവ് കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും വെടിവെച്ച് കൊല്ലാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ദുഃഖം വെച്ച അസൗഭാഗ്യം നിനക്കാണ് ലക്ഷ്മി. ഓടപ്പാട്ടി തിണ്ടി ചുറ്റെന്ന് പറയും. ഇതിലെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ലക്ഷ്മി, താൻ എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം, കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ മാം. തീർന്നടാ, നീ തീർന്നു. നിന്റെ കാര്യത്തിലൊരു തീരുമാനം. ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് വർക്ക് ഏൽപ്പിച്ചിരുന്നു. താനത് കംപ്ലീറ്റ് ചെയ്തോ? മാം അത് പിന്നെ ലുക്ക് മിസ്റ്റർ ലക്ഷ്മി, എനിക്ക് കറക്റ്റ് ഒരു ആൻസർ ആണ് വേണ്ടത്. യെസ് ഓർ നോ? നോ മാം, കംപ്ലീറ്റ് ആയിട്ടില്ല. ശരി, ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിൻ്റെ ഒരു ഹാഫ് പോർഷനെങ്കിലും താൻ ചെയ്തോ? നോ മാം, എനിക്ക് അല്പം ടൈം കൂടി തരണം. ആ വർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ചെയ്യാനായിട്ട്. വാട്ട്സ് റോങ് വിത്ത് യു ലക്ഷ്മി? തനിക്കിത് എന്താണോ പറ്റിയത്? ഏത് വർക്കാണെങ്കിലും അത് ഡിഫിക്കൽട്ടാണ്. നമ്മൾ നമ്മുടെ 100% കൊടുത്ത് അത് സെറ്റാക്കി എടുക്കാൻ വേണ്ടത്. അതിനെങ്ങനെയാണ് കണ്ട പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും പിന്നാലെ ലൂസ് ടോക്കിനും ഫ്ലേർട്ടിങ്ങിനും പോകുമ്പോൾ തനിക്കിതിനൊക്കെ എപ്പോഴെന്ന് സമയം കിട്ടാനാ? താൻ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഐ എം റിയലി സോറി മാം. ഇനി ഇതുപോലെ ഉണ്ടാവാണ്ട് ഞാൻ നോക്കിക്കൊണ്ട്. എന്നും തനിക്കുള്ള തൻ്റെ സ്ഥിരം ഡയലോഗ് അത്. ഇതെന്തെങ്കിലും താനൊന്ന് ചേഞ്ച് ആക്കൂ. Okay, fine. This is your last warning. One more scrub and you are out. Okay? ഇന്ന് നല്ല എക്സൈറ്റഡ് ആണല്ലോ. എന്താ റീസൺ? വലിയൊരു റീസൺ ഉണ്ട്. ആ ഒരു റീസണാണ് നമ്മൾ ഇന്ന് ഈ ഇവൻറ്റിൽ ഇവിടെ എത്തിച്ചേക്കുന്നത്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്. ആക്ച്വലി എന്നാലും ചെറുതാ, സ്റ്റിൽ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ അവനും ഇന്ന് ഈ ഇവൻറ്റിൻ്റെ ഒരു ഭാഗമാവാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെ കാണാമല്ലോ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. നൈസ്. എന്നാൽ നമുക്ക് ബാക്കി ഗസ്റ്റിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹേ റബേക്ക. നസിയാനെ, ശരിക്കും നീ തന്നെയാണോ? വിശ്വസിക്കാൻ പറ്റണില്ല മോനെ. ഡാ, ഇതെൻ്റെ PA ആരുഷ്. ആരോ, ഡാ നീ ഇതെന്താലോചിച്ച് നിൽക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സിയാൻ ഹക്ക്. സെയിന്ന് വിളിക്കും. ഹലോ, നൈസ് ടു മീറ്റ് യു. ഞാനിപ്പോൾ പറയാം. റൂത്ത്, എനിക്ക് ചെറിയൊരു വർക്ക് ചെയ്ത് തീർക്കാണ്ട്. നീ ബാക്കിയുള്ളവരുടെ അപ്പോഴേക്കും സംസാരിക്കും. ഞാനിപ്പോൾ വരാം. നോ 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 നോ, ഇത് സത്യമില്ല. പിന്നെയും നോ വേ. നോ. അച്ചു,
എൻ്റെ അടുത്ത് വരരുത്. ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം മീ. അച്ചു, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരവസരം അതല്ലേ ചോദിക്കുന്നത്, തന്നൂടെ നിനക്ക്? ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങ. ഇനി എന്നെ തൊട്ടാ നീ വിവരറിയും. മാറി നിൽക്കാനാ പറഞ്ഞത്.